ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 11 മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പെരുന്നാൾ റെസിപ്പി ആയിട്ട് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെരുന്നാളിനൊക്കെ വീട്ടിൽ വന്നവർക്ക് ഒരു മധുരം നമുക്ക് സെർവ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും ഒരു വലിയ ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും ഒരു 1.5 കയ്യിൽ പഞ്ചസാര. അപ്പം നമ്മുടെ മധുരം അനുസരിച്ച് പഞ്ചസാര ഉപയോഗിക്കാം. അതിലോട്ട് നമുക്ക് ഇനി ആവശ്യത്തിനുള്ള ചൈന ഗ്രാസ് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തി വയ്ക്കാം. ചൈന ഗ്രാസ് നമുക്ക് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആയിട്ട് എടുത്തേക്കണം. ഇനി നമുക്ക് നല്ല പോലെ പാല് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് നല്ലപോലെ വറ്റിക്കാൻ ടേസ്റ്റ് കൂടുതലുണ്ട്. അപ്പം നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് പാല് തിളപ്പിച്ചിട്ട് ഒന്ന് കുറച്ച് പാല് വറ്റിച്ചോലെ എടുക്കണം. എന്നാൽ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് ആ മിൽക്ക് പുഡിങ്ങിന്. അപ്പം നമ്മുടെ പാലൊക്കെ ഞാൻ തിളപ്പിച്ച് വെച്ച് നമുക്ക് ഞാൻ പാനെടുപ്പത്തോട്ട് വെച്ച് ആ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്തെടുക്കണ ചൈന ഗ്രാസ് ഒരുപാട് ചൂടല്ലാണ്ട് ഒരു നേരിയ ചൂടിലോട്ട് നമുക്ക് ആ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പാലിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി കഴിഞ്ഞിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ ബൗളിലോട്ട് വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി അതിലോട്ട് വയ്ക്കുകയാണ്. ബൗൾ വേണമെന്നൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിലോ അതിലോട്ട് വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, കാഷ്നട്ട്, ബദാം അങ്ങനെയൊക്കെ നമ്മൾ അതിലെന്തുണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതൊന്ന് ചൂടാറാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ തണുപ്പിച്ച് നല്ല പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 മണിക്കൂർ തണുപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ഒന്ന് കമത്തി വെക്കാം. നമ്മുടെ നല്ല പ്ലഫി ആയിട്ടുള്ള മിൽക്ക് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ. താങ്ക്സ് ഫോർ